Fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1, 4, 28 and 7? താഴെ ഫിഗറിലെ ടേബിളിൽ കുറച്ച് റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ഈ കോളത്തിലെയും റോയിലെയും നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. എന്നാൽ ഈ കോളത്തിലെയും റോയിലെയും എല്ലാ നമ്പേഴ്സും നമുക്ക് തന്നിട്ടില്ല. കുറച്ച് നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്പേഴ്സ് കൂടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നിട്ടുള്ള നമ്പേഴ്സിന് പകരം, അതായത് 1, 4, 28, 7 എന്ന നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഈ നമ്പേഴ്സിന് പകരം മറ്റേതെങ്കിലും നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഈ ടേബിൾ ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് റോ നോക്കാം. ഈ റോയിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും മാത്രമേ തന്നിട്ടുള്ളൂ. ഫസ്റ്റ് ടേം 1 ആണ്, അതായത് x1 1 ആണ്. ഫോർത്ത് ടേം അതായത് x4 4 ആണ്. ആദ്യം നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ല. സോ നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേം x4ഉം x1ഉം ആണ്. സോ x4ൻ്റെയും x1ൻ്റെയും ഡിഫറൻസ് ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും കിട്ടും. That is common difference is equal to x4 minus x1 by 4 minus 1. x4 4 ആണ്, x1 1 ആണ്. സോ 4 minus 1 by 3 എന്ന് കിട്ടും. That is 3 by 3. That is 1. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 1 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ടേം അതായത് x2 കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. കാരണം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഓരോ ടേമിൻ്റെയും കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ടേം കിട്ടുന്നത്. സോ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ദാറ്റ് ഈസ് x2 is equal to x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 1 ആണ്, കോമൺ ഡിഫറൻസ് 1 ആണ്. സോ x2 is equal to 1 plus 1, ദാറ്റ് ഈസ് 2. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 is equal to x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 2 ആണ് കിട്ടിയിട്ടുള്ളത്, കോമൺ ഡിഫറൻസ് 1 ആണ്. സോ x3 is equal to 2 plus 1, ദാറ്റ് ഈസ് 3. സോ റോ 1ൻ്റെ x2ഉം x3യും കിട്ടി. അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കിട്ടി. 2ഉം 3ഉം ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് റോ 1 ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 3. റോ 2ഉം റോ 3യിലും ടേംസ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് റോ 4 നോക്കാം. റോ 4ലെ ഫസ്റ്റ് ടേം അതായത് x1 7 ആണ്. ഫോർത്ത് ടേം x4 28 ആണ്. തന്നിട്ടുള്ള ടേംസ് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തതുകൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് x4 x1 ആയതുകൊണ്ട് x4 മൈനസ് x1 ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x4 മൈനസ് x1 ബൈ 4 മൈനസ് 1. x4 28 ആണ്, x1 7 ആണ്. സോ ദിസ് ബിക്കം 28 മൈനസ് 7 ബൈ 3. ദാറ്റ് ഈസ് 21 ബൈ 3, ദാറ്റ് ഈസ് 7. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും. സോ ഇതിലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 is equal to x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 7 ആണ്, കോമൺ ഡിഫറൻസും 7 ആണ്. സോ ദിസ് ബിക്കം 7 പ്ലസ് 7, ദാറ്റ് ഈസ് 14. ഇതേപോലെ തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 is equal to x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 14 ആണ് കിട്ടിയിട്ടുള്ളത്. സോ x3 is equal to 14 പ്ലസ് 7, ദാറ്റ് ഈസ് 21. അപ്പോൾ റോ 4ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 14 21. ഇനി നമുക്ക് കോളം 1 നോക്കാം. കോളം 1ലെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടില്ല. ഫോർത്ത് ടേം അതായത് x4 7 ആണ്. തന്നിട്ടുള്ള ടേംസ് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് x1ഉം x4ഉം ആണ്. സോ ഇവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം.
എക്സ് വണ്ണിൻ്റെ പൊസിഷൻ 1 ആണ്, എക്സ് ഫോറിൻ്റെ പൊസിഷൻ 4 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും എടുക്കാം. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x4 - x1 by 4 - 1. x4 7 ആണ്, x1 1 ആണ്. സോ ദിസ് ബിക്കം 7 - 1 by 3. ദാറ്റ് ഈസ് 6 by 3. ദാറ്റ് ഈസ് 2. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 1 ആണ്. സോ x2 ഈസ് ഈക്വൽ ടു 1 + 2. ദാറ്റ് ഈസ് 3. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 ഈസ് ഈക്വൽ ടു x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 3 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ബിക്കം 3 + 2. ദാറ്റ് ഈസ് 5. അപ്പോൾ കോളം 1ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. ദാറ്റ് ഈസ് 3 and 5. ഇനി കോളം 4 ഫിൽ ചെയ്യാം. കോളം 4ലെ ഫസ്റ്റ് ടേം 4 ആണ്, അതായത് x1 4 ആണ്. ഫോർത്ത് ടേം അതായത് x4 28 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1ഉം x4ഉം ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും എടുക്കാം. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x4 - x1 by 4 - 1. x4 28 ആണ്, x1 4 ആണ്. സോ ദിസ് ബിക്കം 28 - 4 by 3. ദാറ്റ് ഈസ് 24 by 3. ദാറ്റ് ഈസ് 8. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 4 ആണ്. സോ ദിസ് ബിക്കം 4 + 8. ദാറ്റ് ഈസ് 12. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 ഈസ് ഈക്വൽ ടു x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 12 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ബിക്കം 12 + 8. ദാറ്റ് ഈസ് 20. അപ്പോൾ കോളം 4ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾ ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 12 20. ഇനി നമുക്ക് റോ 2 നോക്കാം. റോ 2ലെ ഫസ്റ്റ് ടേം 3 ആണ്, അതായത് x1 3 ആണ്. ഫോർത്ത് ടേം അതായത് x4 12 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കാണേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1ഉം x4 ആണ്. സോ ടേം ഡിഫറൻസ് x4 - x1 എന്ന് വരും. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും വരും. ദാറ്റ് ഈസ് x4 - x1 by 4 - 1. x4 12 ആണ്, x1 3 ആണ്. സോ ദിസ് ബിക്കം 12 - 3 by 3. ദാറ്റ് ഈസ് 9 by 3. ദാറ്റ് ഈസ് 3. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 3 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്. സോ ദിസ് ബിക്കം 3 + 3. ദാറ്റ് ഈസ് 6. ഇനി നമുക്ക് തേർഡ് ടേം അതായത് x3 കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 ഈസ് ഈക്വൽ ടു x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 6 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ബിക്കം 6 + 3. ദാറ്റ് ഈസ് 9. ഇനി റോ 3 നോക്കാം. റോ 3ലെ ഫസ്റ്റ് ടേം 5 ആണ്, അതായത് x1 5 ആണ്. ഫോർത്ത് ടേം x4 20 ആണ്. തന്നിട്ടുള്ള ടേംസ് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തതുകൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1 x4 ആയതുകൊണ്ട് ടേം ഡിഫറൻസ് x4 - x1 എന്ന് വരും. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും വരും. ദാറ്റ് ഈസ് x4 - x1 by 4 - 1. x4 20 ആണ്, x1 5 ആണ്. സോ ദിസ് ബിക്കം 20 - 5 by 3. ദാറ്റ് ഈസ് 15 by 3. ദാറ്റ് ഈസ് 5. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്.
that is x2 is equal to x1 plus common difference. x1 5 ആണ് തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് 5 ആണ് കിട്ടിയിട്ടുള്ളത്. സോ x2 is equal to 5 plus 5 that is 10. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x3 is equal to x2 plus common difference. x2 10 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ബിക്കം 10 plus 5 that is 15. അപ്പോൾ റോ 3യിലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. സോ നമുക്ക് റോ 3 ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 10 15. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുള്ള നമ്പേഴ്സ്, അതായത് 1 4 7 28 എന്ന നമ്പേഴ്സിന് പകരം വേറെ വല്ല നമ്പേഴ്സും ആണെങ്കിൽ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ നമ്പേഴ്സിന് പകരം വേറെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. ഞാനിവിടെ 5 11 14 26 എന്ന നമ്പേഴ്സ് എടുത്തിട്ടാണ് ടേബിൾ വരച്ചിട്ടുള്ളത്. സോ ഈ ടേബിളിലെ ബാക്കി നമ്പേഴ്സ് എത്രയാണെന്ന് നോക്കാം. റോ 1 നോക്കാം. റോ 1ലെ ഫസ്റ്റ് ടേം അതായത് x1 5 ആണ്, ഫോർത്ത് ടേം അതായത് x4 11 ആണ്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1 x4 ആയതുകൊണ്ട് ഇവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആക്കാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ 4 - 1 ആണ് പൊസിഷൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x4 - x1 ബൈ 4 - 1. x4 11 ആണ്, x1 5 ആണ്. സോ ദിസ് ബിക്കം 11 - 5 by 3 ദാറ്റ് ഈസ് 6 by 3 ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x2 is equal to x1 plus കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 5 plus 2 ദാറ്റ് ഈസ് 7. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കുക, അതായത് x3 കണ്ടുപിടിക്കുക. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 is equal to x2 plus കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 7 plus 2 ദാറ്റ് ഈസ് 9. അപ്പോൾ നമുക്ക് റോ 1ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും കിട്ടി. അപ്പോൾ റോ 1 ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 7 9. ഇനി റോ 4 ഫിൽ ചെയ്യാം. റോ 4ലെ ഫസ്റ്റ് ടേം അതായത് x1 14 ആണ്, ഫോർത്ത് ടേം അതായത് x4 26 ആണ്. ഇത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കാണേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x4ഉം x1ഉം ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസും, x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആയതുകൊണ്ട് പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും കൊടുക്കാം. ദാറ്റ് ഈസ് x4 - x1 ബൈ 4 - 1. x4 26 ആണ്, x1 14 ആണ്. സോ ദിസ് ബിക്കം 26 - 14 by 3 ദാറ്റ് ഈസ് 12 by 3 ദാറ്റ് ഈസ് 4. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കാണാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x2 is equal to x1 plus കോമൺ ഡിഫറൻസ്. x1 14 ആണ്, കോമൺ ഡിഫറൻസ് 4ഉം ആണ്. സോ x2 is equal to 14 plus 4 ദാറ്റ് ഈസ് 18. ഇനി തേർഡ് ടേം കാണാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x3 is equal to x2 plus കോമൺ ഡിഫറൻസ്. x2 18 ആണ് കിട്ടിയിട്ടുള്ളത്, കോമൺ ഡിഫറൻസ് 4 ആണ്. സോ ദിസ് ബിക്കം 18 plus 4 ദാറ്റ് ഈസ് 22. അപ്പോൾ റോ 4ലെ രണ്ട് ടേംസും അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. ഇത് ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 18 22. ഇനി നമുക്ക് കോളം 1 നോക്കാം. കോളം 1ലെ ഫസ്റ്റ് ടേം 5 ആണ്, അതായത് x1 5 ആണ്. ഫോർത്ത് ടേം 14 അതായത് x4 14 ആണ്. ഇത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കാണേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1ഉം x4ഉം ആണ്. സോ അവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം. x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും എടുക്കാം. ദാറ്റ് ഈസ് x4 - x1 ബൈ 4 - 1. x4 14 ആണ്, x1 5 ആണ്. സോ ദിസ് ബിക്കം 14 - 5 by 3 ദാറ്റ് ഈസ് 9 by 3 ദാറ്റ് ഈസ് 3.
അപ്പോൾ കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x2 = x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 5 ആണ്. സോ ദിസ് ബിക്കം 5 + 3 ദാറ്റ് ഈസ് 8. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x3 = x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 8 ആണ്. സോ ദിസ് ബിക്കം 8 + 3 ദാറ്റ് ഈസ് 11. അപ്പോൾ കോളം 1ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും കിട്ടി. സോ നമുക്ക് കോളം 1 ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 8 11. നമുക്ക് കോളം 4 ഫിൽ ചെയ്യാം. കോളം 4ലെ ഫസ്റ്റ് ടേം 11 ആണ്, അതായത് x1 11 ആണ്. ഫോർത്ത് ടേം അതായത് x4 26 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. തന്നിട്ടുള്ള ടേംസ് x1 x4 ആണ്. സോ ഇവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസ് ആക്കാം. x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്ന് വരും. ദാറ്റ് ഈസ് x4 - x1 ബൈ 4 - 1. x4 26 ആണ്, x1 11 ആണ്. സോ ദിസ് ബിക്കം 26 - 11 ബൈ 3 ദാറ്റ് ഈസ് 15/3 ദാറ്റ് ഈസ് 5. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x2 = x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 11 ആണ്. സോ ദിസ് ബിക്കം 11 + 5 ദാറ്റ് ഈസ് 16. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ദാറ്റ് ഈസ് x3 = x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 16 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ബിക്കം 16 + 5 ദാറ്റ് ഈസ് 21. അപ്പോൾ കോളം 4ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. സോ നമുക്ക് കോളം 4 ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 16 21. ഇനി നമുക്ക് റോ 2 ഫിൽ ചെയ്യാം. റോ 2ലെ ഫസ്റ്റ് ടേം 8 ആണ്, അതായത് x1 8 ആണ്. ഫോർത്ത് ടേം അതായത് x4 16 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് x4 x1 ആണ്. സോ x4 - x1 ആണ് ടേം ഡിഫറൻസ്. x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്നും വരും. ദാറ്റ് ഈസ് x4 - x1 ബൈ 4 - 1. x4 16 ആണ്, x1 8 ആണ്. സോ ദിസ് ബിക്കം 16 - 8 ബൈ 3 ദാറ്റ് ഈസ് 8/3. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 = x1 പ്ലസ് കോമൺ ഡിഫറൻസ്. x1 8 ആണ്, കോമൺ ഡിഫറൻസ് 8/3 ആണ്. സോ ദിസ് ബിക്കം 8 + 8/3. 8നെ നമുക്ക് 8/1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 × 8 + 8 × 3 ബൈ 1 × 3 ദാറ്റ് ഈസ് 24 + 8/3 ദാറ്റ് ഈസ് 32/3. ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 = x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 32/3 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് 8/3 ആണ്. സോ ദിസ് ബിക്കം 32 + 8/3 ദാറ്റ് ഈസ് 40/3. അപ്പോൾ റോ 2ലെ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമ്മൾ കണ്ടുപിടിച്ചു. സോ നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും റോ 2ൽ ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 32/3 40/3. ഇനി നമുക്ക് റോ 3 നോക്കാം. റോ 3ലെ ഫസ്റ്റ് ടേം അതായത് x1 11 ആണ്, x4 അതായത് ഫോർത്ത് ടേം 21 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള ടേംസ് അഡ്ജസൻറ്റ് ടേംസ് അല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ടേംസ് x1 x4 ആണ്. സോ ഇവയുടെ ഡിഫറൻസ് ടേം ഡിഫറൻസ് ആയിട്ട് എടുക്കാം. അവയുടെ പൊസിഷൻസ് x4ൻ്റെ പൊസിഷൻ 4 ആണ്, x1ൻ്റെ പൊസിഷൻ 1 ആണ്. സോ പൊസിഷൻ ഡിഫറൻസ് 4 - 1 എന്ന് വരും. ദാറ്റ് ഈസ് x4 - x1 ബൈ 4 - 1. x4 21 ആണ്, x1 11 ആണ്. സോ ദിസ് ബിക്കം 21 - 11/3 ദാറ്റ് ഈസ് 10/3. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x2 = x1 പ്ലസ് കോമൺ ഡിഫറൻസ്.
x1 11 ആണ്, കോമൺ ഡിഫറൻസ് 10/3 ആണ്. സോ ദിസ് ബിക്കം 11 പ്ലസ് 10/3. 11നെ നമുക്ക് 11/1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 11/1 പ്ലസ് 10/3. That is 11 into 3 plus 1 into 10 by 1 into 3. That is 33 plus 10 by 3. That is 43/3. അങ്ങനെ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് x3 = x2 പ്ലസ് കോമൺ ഡിഫറൻസ്. x2 43/3 ആണ്, കോമൺ ഡിഫറൻസ് 10/3 ആണ്. സോ ദിസ് ബിക്കം 43/3 plus 10/3. That is 43 plus 10/3. That is 53/3. അപ്പോൾ റോ 3യിലെയും സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് കിട്ടി. അങ്ങനെ റോ 3യും നമുക്ക് ഫിൽ ചെയ്യാം. ദാറ്റ് ഈസ് 43/3 53/3.